നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല കേസിൽ നിർണായകമായ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. കേസിലെ 6ാം പ്രതിയാണ് എസ് ശ്രീകുമാർ. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പുവെച്ചയാളാണ് ശ്രീകുമാർ. ശ്രീകുമാറിന്റെ ചോദ്യം ചെയ്യൽ കേസന്വേഷണത്തിൽ നിർണായകമാണ്. ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കും എന്നതടക്കമുള്ള അന്വേഷണ സംഘത്തിന്റെ വാദം. അന്വേഷണ സംഘം ഈ വാദങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അത് പരിഗണിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന ശ്രീകുമാറിന്റെ വാദം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ശ്രീകുമാറിനെ ചോദ്യം ചെയ്യണമെന്ന SITയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. റിമാൻഡ് നീട്ടുന്നതിനായി പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഈ മാസം 8-നാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് അംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ജാമ്യ ഹർജി എന്നതും ഏറ്റവും ശ്രദ്ധേയം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതടക്കം കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നതടക്കമുള്ള വാദം പത്മകുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുമോ തള്ളുമോ എന്നതൊക്കെ അറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എന്നാണ് പത്മകുമാർ വ്യക്തമാക്കുന്നത്. മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിൽ എതിർപ്പ് ജാമ്യ ഹർജിയിൽ പത്മകുമാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്തു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിലാണ് SITയുടെ നടപടി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയത് പത്മകുമാറിന്റെ അറിവോടെയാണെന്നാണ് SIT കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ പത്മകുമാറിനെ പ്രതി ചേർക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് പത്മകുമാറിനെ ഇപ്പോൾ 2ാമത്തെ കേസിൽ കൂടി പ്രതിയാക്കിക്കൊണ്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം വളരെയധികം പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം കൊടുത്തത് പത്മകുമാറാണ്. ബോധപൂർവമായിട്ടാണ് പത്മകുമാർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഡിസംബർ 2-ന് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജയിലിലെത്തിയ പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് പത്മകുമാർ അറസ്റ്റിലായത്. റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന ഇന്ന് പത്മകുമാറിന്റെ എന്താണ് ഇനി കൂടുതൽ റിമാൻഡിലാക്കുമോ, അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിക്കാൻ അന്വേഷണ സംഘത്തിന് 1 മാസം കൂടി ഹൈക്കോടതിയെ അനുവദിച്ചിരുന്നു. കേസിലെ ക്രൈംബ്രാഞ്ച് FIRന്റെ പകർപ്പിനായി EDക്ക് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. FIR നൽകാനാകില്ലെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കാര്യകാരണങ്ങൾ വിശദീകരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാനും EDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണം പൂർത്തീകരിക്കുന്നതിനായി 1 മാസം സമയം കൂടി SIT ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവോടെ കേസിൽ ജനുവരി ആദ്യവാരം വരെ SITക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ശേഷമുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ കോടതി മുമ്പാകെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി പരിശോധിച്ചു. അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ നടപടികളൊക്കെ നടന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് SITയുടെ ആവശ്യം കോടതി അംഗീകരിച്ചത്. പ്രമുഖർ ഉൾപ്പെടെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകേണ്ടതിന്റെ ആവശ്യകതയും SIT കോടതിയെ അറിയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.